സിൽക്ക് ഗാർഡനിൽ തുണിത്തരങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു. വസ്ത്രവ്യാപാര രംഗത്തെ 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിൽക്ക് ഗാർഡനിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സിൽക്ക് ഗാർഡനിൽ എപ്പോഴും തിരക്കാണല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജനം പറയും. ഗുണമേന്മയും വിലക്കുറവുമുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സിൽക്ക് ഗാർഡനിൽ തന്നെ വരണം. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. ADGP MR അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിക്ക് പരാതി കൈമാറി. AKG സെന്ററിന് സമീപമുള്ള ഗോവിന്ദന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കീഴടങ്ങിയിട്ടില്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ എന്നും PV അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ ദൈവത്തിനും ഈ പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂ. പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. MV ഗോവിന്ദൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം താൻ മറുപടി നൽകി. സർക്കാർ ഭയപ്പെട്ടിട്ടാണ് നടപടിയെടുക്കാത്തതെന്ന് വിശ്വസിക്കുന്നില്ല. സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ലോബിക്ക് എതിരെയുള്ള വിപ്ലവമാണ് ഇത്. താൻ ഉന്നയിച്ചത് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു. അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ADGPയെ മാറ്റേണ്ടത് താനല്ലെന്നും അജിത് കുമാർ. ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ എലിയായി മാറിയെന്ന വിമർശനത്തിനും MLA മറുപടി പറഞ്ഞു. എലി അത്ര മോശം ജീവിയല്ല. അത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. താൻ എലിയായാലും കുഴപ്പമില്ല. കീഴടങ്ങി, മുങ്ങി, എലിയായി, പൂച്ചയായി എന്നെല്ലാം പറയുന്നവരുണ്ട്. അത് നടക്കട്ടെ. താൻ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അൻവർ പ്രതികരിച്ചു. പരാതി പാർട്ടി സംഘടനാപരമായി പരിശോധിക്കണമെന്നാണ് അൻവറിൻ്റെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് ഗോവിന്ദന് കൈമാറിയത്. അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിക്കും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.